ഹായ് ഹായ് മുത്തശ്ശി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ ചന്ദനൊന്നും കാണാനില്ലല്ലോ നെറ്റി? അമ്പലത്തിൽ പോയി നട നടത്ത നേരെയാവും. അപ്പൊ ഇത് നുറുക്കി വെച്ച് കഴിഞ്ഞിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് പോകുമ്പോഴേക്ക് തുറക്കും. അപ്പൊ ഇന്ന് രാവിലെ കുറെ തിരുമ്പാണ്ടായിരുന്നു. അപ്പൊ തിരുമ്പി കഴിഞ്ഞപ്പോഴേക്ക് നേരം വഴി. അല്ലെങ്കിൽ നമ്മള് 7:30 ഉള്ളിൽ പോകണം. അപ്പൊ ഞാൻ കുളിച്ചപ്പോൾ 7:30 ഇന്ന്. അതുകൊണ്ടാണ്. മറ്റേ 6:30 കുളിക്കും. അപ്പോൾ ഇന്ന് പൂളി ഉള്ളി ഒക്കെ കൂടിയുള്ളൊരു ഇഷ്ടമാണ് വെക്കാൻ പോണത്. ഇത് എവിടുന്ന് വന്ന പൂളയെന്ന് അറിയൂ എല്ലാവർക്കും മക്കളെ. ചക്ക വന്നോടത്തുനിന്ന് പെരുമ്പാവൂര്. എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ 2-3 എടുത്തിട്ട് നമുക്കത് ഇഷ്ടപോലെ വെക്കാം. ദോശ ഉണ്ടാക്കാം. നടുപ്പത്താണ് ദോശയും കൂട്ടാനൊക്കെ ചെയ്യാൻ പോണത്. ഗ്യാസ് ഏതായാലും ഇവിടെ ഉണ്ടാച്ചാലും ക്ഷാമാണ് എല്ലാവരും പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിന്റെ കരുതൽ ചെയ്താൽ മതി വിചാരിച്ചപ്പോൾ പറഞ്ഞിട്ടല്ലോ മഴയൊന്നും തുടങ്ങിയില്ല. മഴക്കാലാകുമ്പോഴല്ലേ വലിയ ബുദ്ധിമുട്ട്. ഊതി നിൽക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇതൊക്കെ തോല് കളയട്ടെ കേട്ടോ. എന്നിട്ട് കാണാം. മറ്റേ വെട്ടത്തി ഇടുന്നുണ്ടോ മുത്തശ്ശി? വലിയ പൂള കട്ട് ചെയ്യാൻ അറിയോ? ഇത് കട്ട് ചെയ്തിട്ട് വേറെ കൊണ്ട് തോല് കളയുക. പിന്നെ ഇതുകൊണ്ട് നോക്കി കൊടുക്കുക. അതിങ്ങനെ വെട്ടി കൊടുക്കുക. അങ്ങനെ 3 കത്തിയാണ് ഇപ്പോൾ ഒന്ന് വെച്ചിരിക്കുന്നത് ഇവിടെ. എന്തായാലും വെട്ടട്ടെ. ഇത് 2 മതിയാവൂല്ലേ? ഓനെ ഒന്നുകൂടെ എടുത്തോളൂ. ഇന്ന് രാത്രി ചപ്പാത്തിക്കും കൂടെ. അതെയോ? ഇത് വേണോ? വലുതന്നെ എടുത്തോളൂ. അമ്മൂന് എല്ലാം കഴിക്കണ്ടേ? അല്ല അതല്ല മുത്തശ്ശി, അതല്ല. ഇനിയിപ്പൊ രാത്രി ചപ്പാത്തിക്ക് എന്നാ പിന്നെ തികയൂലോ. അമ്മ പറയും കുറച്ചധികം മതിയായിരുന്നു. പിന്നെ നമ്മൾ 2 വീട്ടുകാർക്കും വേണ്ടേ? അതെ, നമുക്ക് രാത്രി അധികം പണിയെടുക്കാൻ മടിയല്ലേ? അതെ. ഇവിടെ ടോട്ടൽ 9 ആൾക്കാരാണ് ഉള്ളത്. തോല് കളഞ്ഞിരിക്കി വെക്കാം. വെള്ളയാണോ തോല് വരുന്നത് അതോ പിങ്കാ? പിങ്കാണോ വെള്ളയാണോ? തോല് കളഞ്ഞിട്ട് ഇരിക്കിടുക. എന്താ വേണ്ടത്? തോല് തിക്കിട്ടോളൂ. വെള്ളയും പിങ്കും ഒപ്പം പോരും. ചില നാട്ടിലിങ്ങനെ പിങ്ക് ഇല്ല. ഇല്ലേ? വെള്ളയാണ് ആ പിങ്കിന്റെ സ്ഥാനത്ത്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ തൃശ്ശൂരിന്ന് കണ്ടു. അപ്പൊ നമുക്ക് മനസ്സിലാവില്ലേ? ഇപ്പൊ പല സൈസും ഉണ്ടേ. ഇത് പോരുന്നുണ്ടല്ലേ തോല്? പോരൊക്കെ തോന്നുന്നുണ്ട്. അവിടെ ഇനി ഉണ്ടോ? കൊറേ ഉണ്ടാവും. കൊറേ അവിടെ വെച്ചു. വെയിലൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടാട്ടം ഉണ്ടാക്കിയാ നന്നായിരുന്നു. ശരിയാ, പൂള കൊണ്ടാട്ടല്ലോ. ഇനി വെയിലുള്ള സമയത്ത് പോകട്ടെ നമുക്ക്. ആയിക്കോട്ടെ. വേനൽക്കാലത്ത് പോയാലേ അതെ കൊണ്ടാട്ടം ചായ വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ലതാ കൊണ്ടാട്ടം. എന്നിട്ട് ഇത് വേവിക്കാൻ വെച്ചിട്ടാണോ മുത്തശ്ശി അമ്പലത്തിൽ പോണേ? അതെ അതെ. അപ്പോഴൊക്കെ അമ്മ വരൂലോ. ഓക്കെ. എന്നാ പിന്നെ ഇത് അപ്പൊ കാണിക്കാല്ലേ? ബാക്കി കാണിക്കാം. ഇപ്പൊ മുത്തശ്ശി ഇതൊക്കെ കളയട്ടെ കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇതൊക്കെ കഴുകി വെച്ചതാണ്. ഇത് ഈ വലിയ കുക്കറിൽ വേവിക്കാൻ വിചാരിച്ചിട്ടാണ്. ചില പൂള വേഗം വേവും, ചിലത് കുറച്ച് വേവ് താമസമായി വരും. അപ്പോൾ അത് ഏതായാലും കണ്ടാൽ നല്ലതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊത്തിയിട്ടെ കേട്ടോ. കൊത്തിയിടാനുള്ള സംഗതിയാണ് മുത്തശ്ശിയുടെ. മുത്തശ്ശിക്കേ അച്ഛനെല്ലാം പണി പഠിച്ചു വെച്ചതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചോണ്ട് മുത്തശ്ശിക്ക് എല്ലാം ചെയ്യാനറിയാം. അപ്പൊ പറയും എല്ലാ കാര്യവും പഠിച്ചു വെക്കണം. വേണമെങ്കിൽ ഉപയോഗിക്കാലോ, വേണ്ടെങ്കിൽ വേണ്ട. അതുകൊണ്ടാണ് ഇപ്പോഴും മുത്തശ്ശി പച്ചക്കറി ഉണ്ടാക്കുന്നതും പിന്നെ പുല്ലൊക്കെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ പറിക്കണതും ഒക്കെ വെറുതെ ഇരിക്കലില്ല. അങ്ങനെ ഇതിൽ വെള്ളമൊക്കെ ഒഴിക്കട്ടെ കേട്ടോ. ലേശം ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒപ്പം ഉണ്ടായാൽ മതി. പിന്നെ നമുക്ക് അരച്ചതൊക്കെ കൂട്ടുമ്പോൾ പാകം പോലെ വെള്ളമൊക്കെ റെഡിയാക്കാം. ഇത് കുറച്ച് കാലമായിട്ടോ വാങ്ങിയിട്ട്. അതെ അതെ. എന്നാൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ.
അപ്പൊ കല്ലൊക്കെ ചൂടായി, അമ്മയായിട്ട് അടുപ്പൊക്കെ കത്തിച്ച്. അപ്പൊ ഇനി ദോശ ഉണ്ടാക്കട്ടെ. കുറെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മാവ് ഇത്രയും നല്ല രീതിയിലാവണത്, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ എന്നുള്ളത്. അപ്പൊ നമുക്ക് പറയാം കേട്ടോ. ദോശ ഉണ്ടാക്കട്ടെ. ചൂടായി വിചാരിക്കുന്നു. ചൂടായിട്ടില്ല. ഇത് കുഞ്ഞി ദോശയാണ് ഈ വലിയ കല്ലുമ്മേലേ കാണുമ്പോ. എന്നാ വലിയ ദോശ ഉണ്ടായിക്കോട്ടെ അടുത്ത്. യെസ് വേണം മുത്തശ്ശി, വലിയ ദോശക്ക് വലിയ കയ്യിൽ. അമ്മ പറയാ ദോശ ഷേപ്പായില്ല. അതെയോ? ആ ഓക്കെ. അമ്മ പറയണേ അമ്മ ഉണ്ടാക്കിയ ദോശ ഷേപ്പായില്ല. ആ ഇല്ലേ, അത് നോക്കൂ. വേഗം ചൂടായി വരുമ്പോ വേണ്ട ഒഴിച്ചതാണ്. ദോശയും ഉള്ളി ചമ്മന്തി. ഉള്ളി ചമ്മന്തി അമ്മ കയ്യില് മാറ്റുവായിരുന്നു. കിണ്ണതാ. ആ ഇത് എവിടുത്തെ കിണ്ണ അറിയോ? അറിയില്ല. മധുര. ഇതിന് എത്ര രൂപ അറിയോ? 10. 10? എന്താ മുത്തശ്ശി, ഞാൻ അവിടെ വില കുറവുണ്ടാവും വിചാരിച്ചിട്ടാ ഞാൻ. ഏതാളറിയോ? 50 രൂപ. അല്ല ഇവിടെയൊക്കെ അല്ലേ 10 ഉറുപ്പ്യക്ക് അവരൊന്നും ഇങ്ങനെ കൊടുക്കും. പക്ഷെ ഇങ്ങനത്തെ സ്റ്റീൽ പ്ലേറ്റ് ഒന്നും കിട്ടില്ല കേട്ടോ 10-നൊന്നും. അമ്മ എന്നുവെച്ചാ മറിച്ചിടും, അതാ പ്രശ്നം. ഇന്നലെ അമ്മ ചപ്പാത്തി ഉണ്ടാക്കി പറഞ്ഞില്ലേ, അതാ കേട്ടോ ആദ്യത്തെ ദിവസം ഉണ്ടാവുള്ളൂ. ചപ്പാത്തി ഉണ്ടാക്കിയാലും ആദ്യം എണ്ണ വരട്ടി വെക്കാം. ചൂടൊക്കെ മുത്തശ്ശി, ഇത് ഇവിടെ ചൂടായി ഇതാവും. ആ ചകിരി അവിടെ നിർത്തിട്ടുള്ളൂ താഴത്തേക്ക്. നല്ല ചൂടുണ്ട്. അടുപ്പത്ത് ഉണ്ടാക്കാൻ വലിയ സുഖമൊന്നും ഇല്ല, പക്ഷെ ടേസ്റ്റിയാണ്. ടേസ്റ്റിയാണ്. പിന്നെ അത് മാത്രല്ല അതെ പിന്നെ ഈ ലൈറ്റിന്റെ ചൂടും കൂടെ ആകുമ്പോഴേ പൊതുവെ ഇപ്പൊ ചൂടാണല്ലോ. അതെ അതെ. മഴ എന്നൊക്കെ പേരേ ഉള്ളൂ, തണുപ്പൊന്നും ആയിട്ടില്ല. ഇനി സ്കൂള് തുറന്നു കഴിഞ്ഞാൽ നല്ല മഴയാവും. ഇനി നമുക്ക് എണ്ണ പുരട്ടിയിട്ടേ അടുത്ത് ഒഴിക്കാം. അത് നന്നാവും അല്ലേ അമ്മു? പിന്നെ അങ്ങനെ ശീലം. ഒന്നങ്ങട് പണ്ടൊക്കെ എങ്ങനെ അറിയോ അമ്മു? അണയെന്ന് എടുക്കലേ, വാഴയുടെ അണ. എപ്പോഴും പണി അതൊക്കെ ചെയ്യാട്ടോ. അതെ അതെ, നാടൻ രീതിയിലല്ലേ അമ്മ? അതെ അതെ. ഈ കയ്യില് മാറ്റാം. സ്പെഷ്യൽ. അതെ, ഞമ്മ ഒഴിച്ചോട്ടെ. വലിയ ദോശയാണ് എനിക്കിഷ്ടം. കല്ല് വലുതല്ലേ, കൈന്റെ കിടക്ക പോണു. അവിടെ നിന്നിട്ടാണ് ഇങ്ങോട്ട് നിക്കണേ. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈ പോണുമ്പോ പിന്നെ ഹൈ നല്ലാണ്ട് എന്താ പറയാ? ഉണ്ടോ ഈ ഭാഗത്ത് നിന്നാ ശരിയാവും, അവിടെ നിന്നാ ചൂടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, എത്ര വലുതാക്കി കഴിഞ്ഞാൽ അതാ പ്രശ്നം. നമ്മളെ കൈമിൽക്ക് സാധനം വരും. ഇത് അടപ്പ് കുറച്ച് കയ്യിലെ വാലിന് ചൂടുണ്ടേ പറയാ. അതല്ല, അങ്ങനെ വെക്കൊണ്ട് അതിന് ചൂടായി പറയാ വെച്ചു. നമ്മൾ ശ്രദ്ധിച്ചാ മതിയേ. അപ്പുറത്ത് നിക്കുന്ന കൂട്ടാൻ എന്തായി നോക്കട്ടെ. നാളികേരം അരച്ചത് കുറയമ്മേ. നമ്മളൊക്കെ തന്നെയല്ലേ കഴിക്കാളൂ, ടേസ്റ്റ് നോക്കാം. അപ്പൊ പോരാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പിന്നെ അരച്ച് കൂട്ടാം. വേണ്ട മുത്തശ്ശി, ഇതൊക്കെ മതി. ഒരു പണീന്റെ എടുക്കാൻ വയ്യല്ലേ, അപ്പൊ 2 പണി എടുക്കാൻ വയ്യ. അതെ, പിന്നെ അതല്ല പൂളയുമ്പോ കൊഴപ്പുണ്ടല്ലോ. കൊഴപ്പുണ്ടാവും, വെള്ളത്തോടെ നമ്മളെ കുഴപ്പമുള്ളൂ. ഇഞ്ചി പച്ചമുളകൊക്കെ നല്ലോട്ടുണ്ട്. അപ്പൊ അതിന്റെ ടേസ്റ്റ് വരുമ്പോ നല്ല സ്വാദാവും. കരിവേപ്പില ഇട്ടേ മുത്തശ്ശി? കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്നു. നീ അരച്ചത് കൂട്ടാ കേട്ടോ. 2 ഷുട്ടർമണികൾ എത്തി. വന്നു, ചായ കുടിക്കാനായി. ദോശ കഴിക്കാ, പൂളക്കൂട്ടാൻ കൂട്ടാ. എന്തായി മുത്തശ്ശി ഇവിടെ? എന്താ അരച്ചത് കൂട്ടായി, റെഡിയായി. ഇത് നമ്മള് നാളികേരം മാത്രല്ലേ അരച്ചിട്ടുള്ളൂ? നാളികേരം, പച്ചമുളക് ഇഞ്ചിയൊക്കെ അതിൽ ഇട്ടൂലോ. പിന്നെ ലേശം കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്താൽ മതി. മാവിന്റെ ഒക്കെയാണ്. മാള് അടുപ്പ് എത്തിക്കാൻ സഹായിക്കുക അച്ചോളെ. അതെ, കുഞ്ഞാവി കഴിയണത് ചെയ്തു തരും. ഞാൻ എണ്ണയൊക്കെ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയച്ഛനും കൊണ്ടായിട്ടൊക്കെ കൊണ്ടേ കൊടുക്കും. കുഞ്ഞാവേ
വെച്ചു. ആ കത്തി കത്തി കത്തി. അതിപ്പോ എന്താ അറിയോ, മാള് ചെയ്യുമ്പോ ഞാനും ചെയ്യണ്ടേന്നൊരു തോന്നാണ്. നല്ല കാര്യം. അതെ അതെ, കരിവേപ്പിൻ്റെ ഇല ഇട്ടു. അങ്ങനെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ ഇഷ്ടം റെഡി ആയിട്ടുണ്ട്. റെഡിയായി. ഇനി കഴിക്കേ വേണ്ടു. അതെ അതെ. വെളിച്ചെണ്ണ ഒഴിക്കണം മുത്തശ്ശിയോ? വേണ്ട. വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാറുണ്ട്. അതെ. അതെ, വല്യമ്മ ചെല്ലാൻ പറഞ്ഞല്ലേ. നമുക്ക് രാവിലെ പോണം. വല്യമ്മ എല്ലാം പറഞ്ഞു. ഇനി വേണ്ട കുഞ്ഞോ? കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കില്ലേ, കാണിക്കില്ലേ? ആ, വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നോക്കി. ഇത് ആട്ടി വെളിച്ചെണ്ണ കേട്ടോ, ഇവിടെ ആട്ടിയതാണ്. വേണ്ട കുഞ്ഞാറേ. ദോശ കരിയും അങ്ങനെ കത്തിച്ചു. നേരല്ലേ? കലവറ നിറക്കൽ ചടങ്ങ് ശങ്കരാങ്കൽ ഉദ്ഘാടനം ചെയ്തു. ആ പരമേശ്വരൻ. എന്നിട്ട് അച്ഛൻ നിറച്ചു എന്തേലും? ആ എന്താ നിറച്ച്? അച്ഛൻ നാളികേരം. കൊണ്ടുവരുന്നതിന് ഉം. പിന്നെ 10-20 കാല് 3 വട്ടം നിറഞ്ഞു. ഈ നാളെ നടക്കാം. പഴം ഒരു ദോശ അത് ഇങ്ങനെ കേട്ടോ, കുറച്ച് കരിഞ്ഞ പോലെ. സാരില്ല, ഇത്ത പഴം ഇതില്ല, ഇതില്ല, ചെറിയ ഉണ്ണി. മൂത്തറില്ലേ? ഇത് മൂക്കാത്തോണ്ടാവും ചിലപ്പോ. മസാല ദോശക്കായിരുന്നു. അപ്പൊ രാവിലത്തെ വീഡിയോ ഒക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാ മക്കൾക്കും ബൈ ബൈ. ബൈ.